ഇന്നത്തെ വീഡിയോയിൽ അമിഗുരുമി ഹാർട്ടാണ് ചെയ്യുന്നത്. അതും സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യത്തക്ക രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഹാർട്ട് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അക്രിലിക് യാണാണ് യൂസ് ചെയ്യുന്നത്. 4-പ്ലൈ യാണാണ്. അത് ഒരു തിക്കർ യാണാണ് കേട്ടോ. 3 mm ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. അമിഗുരുമി ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈസ് കുറച്ചെടുത്താൽ മതി ഹൂക്ക്. ഇനി നമുക്ക് വേറൊന്നും ആവശ്യമില്ല. കുറച്ച് ഫൈബർ വേണം നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട്. മാർക്കർ വേണം, സ്റ്റിച്ച് മാർക്കർ ഇല്ല എങ്കിൽ ഒരു പിന്നെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാജിക് റിംഗ് ആണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിവിടെ മാജിക് റിംഗ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6. ഇപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്ത് ഇനി ഇതിനെ ടൈറ്റ് ചെയ്യണം. ഈ ടൈല് പിടിച്ച് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇനി ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഇപ്പോൾ 6 എണ്ണം ചെയ്തത്, ഇനി 12 എണ്ണം ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് 2 എണ്ണം ചെയ്യാം. ഈ ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇനിയിപ്പോൾ ചെയ്ത ഈ ഫസ്റ്റ് ചെയ്ത ഇതിനകത്ത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം അല്ലേ ചെയ്തത്, ഇനി ഒരെണ്ണം കൂടെ അതിനകത്ത് തന്നെ ചെയ്യണം. ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഇതുപോലെ ഈ 6 എണ്ണത്തിനകത്തും ചെയ്യുമ്പോൾ 12 ചെയിൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈ 6 എണ്ണത്തിനകത്തും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒരെണ്ണമായി, ഇനി ഒരെണ്ണം കൂടി ഇതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. 2 എണ്ണമായി, ഇനി അടുത്ത് ഇതിനകത്തും 2 എണ്ണം ചെയ്യണം. അപ്പം 3 ചെയിനകത്ത് ഞാനിവിടെ ചെയ്ത്, ഈ 3 ചെയിനകത്ത് ഇതുപോലെ തന്നെ 2 വെച്ച് ചെയ്ത് കൊടുക്കാം സിംഗിൾ ക്രോഷ്യ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. കണ്ടോ? ഈ റോ കംപ്ലീറ്റ് ആയി. ഇനി 12 സ്റ്റിച്ച് ഉണ്ടോ എന്ന് നോക്കണം. 3 4 5 6 7 8 9 10 11 12. പിന്നെ ഇതാ ഇതിനകത്ത് തന്നെ ഫസ്റ്റ് ചെയിനകത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് സ്റ്റിച്ച് മാർക്കർ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം അല്ലേ ചെയ്തത്, ഇനി ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, അടുത്തൊരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെയാണ് ഫുൾ റൗണ്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇതിനകത്തൊരു സിംഗിൾ ചെയ്ത് അടുത്ത സ്റ്റിച്ചിനകത്ത് ഒരു ഡബിൾ ചെയ്യണം. ഇതിനകത്ത് 2 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സിംഗിൾ, ഒരു ഡബിൾ, അടുത്തൊരു സിംഗിൾ, അടുത്ത ഡബിൾ, ഇതുപോലെ ഒന്ന് വിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതിനകത്ത് ഒരു സിംഗിൾ, അടുത്ത് ഇൻക്രീസ്, 2 എണ്ണം ചെയ്യണം ഇതിനകത്ത്. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്താൽ മതി. ഈ റോയിൽ ഒരു സിംഗിൾ, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ, ഒരു ഇൻക്രീസ് കേട്ടോ. ഇതിൽ ഒരെണ്ണം, ഇതിൽ 2, ഇതിലൊരു സിംഗിൾ ക്രോഷ്യ, ഇതിൽ 2 സിംഗിൾ ക്രോഷ്യ. ആ കണക്കിന് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റോയും കംപ്ലീറ്റ് ആയി.
ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ സ്റ്റിച്ചിനകത്തും ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുത്താൽ മതി. സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാം. അടുത്തതിനകത്തും സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. ഇനി ഡിക്രീസ് ഇൻക്രീസ് ഒന്നുമില്ല, ഇത് ഫുള്ള് ഈ റോ ഫുള്ള് സിംഗിൾ ക്രോഷ്യ കൊടുത്താൽ മതി. ഓരോ ചെയിനകത്ത് നമുക്ക് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഈ റോ കംപ്ലീറ്റ് ആകുമ്പോൾ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും, കണ്ടോ? ഇങ്ങനെ വെച്ച് തന്നെ ചെയ്യണം. ഇതാണ് നല്ല വശം, തിരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഇതാ ഇങ്ങനെ തന്നെ പിടിച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഈ റോ ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി സ്റ്റിച്ച് എണ്ണി നോക്കണം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ഈ റോയിലെ ഫുള്ള് സ്റ്റിച്ച് നമുക്ക് എണ്ണി നോക്കാം. ഇപ്പോൾ 18 സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് സ്റ്റിച്ച് കേട്ടോ. ഇതുപോലെ ഒരു പീസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതും ഇതുപോലെ 18 സ്റ്റിച്ച് നമുക്ക് വേണം. ഇതേ സെയിം പീസ് തന്നെ ഒരെണ്ണം കൂടെ ചെയ്തെടുത്താൽ മതി. ഇതാ ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ വെച്ച ശേഷം കുറച്ച് നീളത്തിന് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് ഇതാ ടൈൽ ഇത്രയും ലെങ്ത് കൊടുത്ത് ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് മാറ്റി. ഇതുപോലെ ഒരു പീസ് കൂടെ ചെയ്തെടുത്തിട്ട് കാണിക്കാം. 2 പീസും ഇവിടെ റെഡിയാക്കി എടുത്ത് കണ്ട. ഒരേ വലിപ്പത്തിലായിരിക്കണം 2 പീസും, ഒരേ സ്റ്റിച്ച് ആയിരിക്കണം. എണ്ണി നോക്കണം ഒരേ സ്റ്റിച്ച് ആണോ എന്ന് കൂടെ കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ കറക്റ്റായിട്ട് നമുക്ക് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ സ്റ്റിച്ച് ലൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതുപോലെ ഇൻസെർട്ട് ചെയ്ത് ഈ വർക്കിംഗ് ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കിംഗ് ആണ് ഇതുപോലെ ഒന്ന് പിടിക്കണം. ഇപ്പം 2 ലൂപ്പ് ഉണ്ട് കണ്ടോ. ഇതാണ് ഇങ്ങനെ യോജിപ്പിക്കാൻ പോകുന്ന ഈ ലൂപ്പിനകത്ത് ഇൻസേർട്ട് ചെയ്ത് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിനകത്തൂടെ 3 ലൂപ്പ് കിട്ടും. സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സിംഗിൾ ക്രോഷ്യ ചെയ്ത് വരാം. തൊട്ടടുത്ത സ്റ്റിച്ചിൽ നിന്ന് ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് വന്നാൽ മതി. ഇതുവരെ സിംഗിൾ ക്രോഷ്യ അതുപോലെ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് 2 ചെയിന് സ്കിപ്പ് ചെയ്യാനുണ്ട്. റൗണ്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടും. ഈ 2 ചെയിന്, ഇനി 2 ചെയിനുണ്ട് ഇവിടെ ചെയ്താണ് നമ്മൾ ജോയിൻ ചെയ്ത സ്റ്റിച്ച്. ഇനി ഇത് 2 എണ്ണം സ്കിപ്പ് ചെയ്യണം. ഈ 2 ചെയിൻ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ച ശേഷം 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിൽ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യണം. ഉണ്ടോ, ഇങ്ങനെ എടുത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ 2 ഇവിടെ ഇങ്ങനെ ജോയിൻ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് കണ്ട. ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ട, അതിനെ ഫില്ല് ചെയ്യണം. ഈ ലൂപ്പ് ഞാനൊന്ന് ഇങ്ങനെ വലിച്ചു വിട്ട ശേഷം ഇനി ഇതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ടൈലിയാണ് കുറച്ച് ലെങ്തിൽ ഇട്ടിട്ടുള്ളത്. നീഡിലെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു നീഡിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്ക് ഈ ടൈലിയാണ്.
ലെങ്തിൽ കട്ട് ചെയ്തെടുത്തല്ലോ ആ ഒരു ടൈലിയാണ്. ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ഇതായി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഈ ചെയിൻ്റെ ഈ ഒരു പാർട്ടിൻ്റെ ഈ ചെയിൻ്റെ ഉള്ളിൽ എടുക്കണം. കണ്ടോ, രണ്ട് പാർട്ടിൻ്റെ ഈ പാർട്ടിൽ ചെയിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് അടുത്ത പാർട്ടിൻ്റെയും ആ സ്കിപ്പ് ചെയ്ത ചെയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇനി അടുത്ത ചെയിനിലും ഈ പാർട്ടിൻ്റെ അടുത്ത ചെയിനിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇവിടെ ഒരു സ്പേസ് കാണും, ഈ സൈഡിൽ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടെ ഗ്യാപ്പ് കാണാൻ പാടില്ല, അതൊരു ഫിനിഷിങ് ഇല്ലാതിരിക്കും. നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഇതുപോലെ കാണാത്ത രീതിക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതി. വേറൊന്നുമില്ല, അത് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി. സ്പേസ് അറിയാൻ പാടില്ല. കണ്ട, കറക്റ്റായിട്ട് കിട്ടി. ഇനിയിപ്പോൾ ഈ ഒരു ടൈലിയാണ്, ഈ ടൈലിയാണ്. ഇവിടെ 3 ടൈലിയാണുണ്ട് സ്റ്റാർട്ട് ചെയ്തതും ഈ 2 പാർട്ടിൻ്റെതും. ഈ 2 ടൈലിയാണ് പിടിച്ച് ഇവിടെ ഒന്ന് കെട്ട് കൊടുത്താൽ മതി. കെട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഹാർട്ട് ഇവിടെ ഫോമായി, കണ്ടില്ലേ? ഇപ്പോൾ ഒരു ടൈലിയാണുണ്ട്, ഇത് വർക്കിംഗ് ആണ്. ഇനി വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഇതിൽ കറക്റ്റായിട്ട് 32 ചെയിൻ കാണും. ഇതിൽ 16, ഇതിൽ 16. ഫസ്റ്റ് 18 ഇതുണ്ടായിരുന്നു, 2 എണ്ണം വെച്ച് സ്കിപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ 16 വെച്ച് 32 ചെയിൻ കാണും. 32 ചെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വർക്ക്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തു വന്നത്. അതേ കണക്കിന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഫസ്റ്റ് 6 സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. 1, ഇവിടെ നമുക്ക് മാർക്കർ ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ റൗണ്ട് അറിയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് വരുന്നില്ല. 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കാനുള്ള. 2, 3, 4, 5, 6. ഇപ്പോൾ 6 സിംഗിൾ ക്രോഷ്യായി. ഇനി ഒരു ഡിക്രീസാണ്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പായി വരണമല്ലോ. 2 ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഈ 2 സ്റ്റിച്ചിന് ഒന്നാക്കണം. ഇതാ ഈ 2 ലൂപ്പുണ്ട്, ഈ 2 ലൂപ്പിലൊന്ന് ഇൻവിസിബിൾ ഡിക്രീസാണ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ലൂപ്പ്, അതുപോലെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ലൂപ്പ്, ഫ്രണ്ട് ലൂപ്പുകളെയാണ്. 2 ലൂപ്പ് ഇതുപോലെ ഒന്ന് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് ഈ യാൺ ഇതുപോലെ പുള്ള് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ. ഇതാണ് ഒരു ഡിക്രീസ്. 2 ഡിക്രീസ് ചെയ്യണം. 2 എണ്ണം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഫ്രണ്ട് ലൂപ്പുകൾ 2 എണ്ണം ഇതുപോലെ കൊണ്ടുവന്ന് ഡിക്രീസ് കണ്ടോ, ഇത് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 2 ഡിക്രീസായി. ഇത് കണ്ടോ, അറിയാത്ത രീതിക്കാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഇനി 12 സിംഗിൾ ക്രോഷ്യ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12. ഇപ്പോൾ 12 സിംഗിൾ ക്രോഷ്യം കംപ്ലീറ്റ് ആയി. ഇനി 2 ഡിക്രീസ് കൂടെ ചെയ്യണം. ഈ 12 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞ് 2 ഡിക്രീസാണ്. ഡിക്രീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് ലൂപ്പുകൾ, 2 ഫ്രണ്ട് ലൂപ്പുകൾ ഇതുപോലെ അതിനകത്തൂടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് ഞാൻ പുൾ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ഒന്നുകൂടെ അതുപോലെ തന്നെ ചെയ്യാം. രണ്ട് ഡിക്രീസും ആയി കണ്ടോ. ഇനി 6 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇനി 6 എണ്ണം, ഇത് ഒന്നായി. ഇനി 5 എണ്ണം ഉണ്ട്. 1 2 3 4 5. 6 സിംഗിൾ ക്രോഷ്യ ചെയ്താൽ മതി. 2 3 4 5 6. ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയി. ഇനി മാർക്കർ റിമൂവ് ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 സിംഗിൾ ക്രോഷ്യാണ്. 1 ഇതിൽ മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക. Three, 4 5. 5 സിംഗിൾ ക്രോഷ്യ. ഇനി ഒരു ഡിക്രീസ്. 5 സിംഗിൾ ക്രോഷ്യ, 2 ഡിക്രീസ്. ഡിക്രീസ് ഫ്രണ്ട് ലൂപ്പ് ചെയ്ത പോലെ തന്നെയാണ്. 2 സ്റ്റിച്ചിൻ്റെ 2 ഫ്രണ്ട് ലൂപ്പിലൂടെയും യാൺ പുൾ ചെയ്ത് ഡിക്രീസ് ചെയ്യാം. ഇനി ഒരു ഡിക്രീസ് കൂടെ ഉണ്ട്. ഇത് 2 ലൂപ്പിലൂടെയാണ് പുൾ ചെയ്തെടുത്താൽ മതി. കണ്ടോ. ഇപ്പോൾ 2 ഡിക്രീസ് കംപ്ലീറ്റ് ആയി. ഇനി 10 സിംഗിൾ ക്രോഷ്യ. അടുത്തതിൽ 10 സിംഗിൾ ക്രോഷ്യ എണ്ണി കൊടുത്താൽ മതി. 1 2. ഇപ്പോൾ 10 സിംഗിൾ ക്രോഷ്യോടെ കംപ്ലീറ്റ് ആയി. ഇനി 2 ഡിക്രീസ്. 3. 10 എണ്ണം കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ റോയിൽ 2 ഡിക്രീസ് ഒന്നുകൂടെ ചെയ്യാനുണ്ട്. ഈ 2 ലൂപ്പ്, 2 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പുകൾ ഇതാ ഇങ്ങനെ ഒരു ഡിക്രീസായി. ഇനി ഒരു ഡിക്രീസ്, 2 ഡിക്രീസായി. ഇനി 5 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 5. എണ്ണി ചെയ്യണം. എണ്ണി ചെയ്താലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സ്റ്റിച്ച് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. അഞ്ച് സിംഗിൾ ക്രോഷ്യായി. ഈ റോയും കംപ്ലീറ്റ് ആയി. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 സിംഗിൾ ക്രോഷ്യ കേട്ടോ. 1 സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. 4
സിംഗിൾ ക്രോഷ്യ ആണ്. 2 ഇനി 2 ഡിക്രീസ്. ഇപ്പം 4 സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി 2 ഡിക്രീസ് ആണ്. ഡിക്രീസ് ഇപ്പം അറിയാമല്ലോ, ഈ 2 സ്റ്റിച്ചിന് ഇതുപോലെ ഫ്രണ്ട് ലൂപ്പ് എടുത്ത് ഈ അൺപുൾ ചെയ്ത് ഒരു ഡിക്രീസ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഡിക്രീസും ആയി. ഇനി 8 സിംഗിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിൽ നിന്ന് 8 സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂ ചെയ്യണം. 8 സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി 2 ഡിക്രീസ് കൂടെ ചെയ്യാനുണ്ട്. 2 ഡിക്രീസ് ചെയ്യാം. 2 ഡിക്രീസായി. ഇനി 4 സിംഗിൾ ക്രോഷ്യ. 4 സിംഗിൾ ക്രോഷ്യ ഇടാകുമ്പോൾ ഈ റോയും കംപ്ലീറ്റ് ആവും. 1 ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. 1 സ്റ്റിച്ച് മാർക്കർ കൊടുക്കാം. 2 3 സിംഗിൾ ക്രോഷ്യ. ഇനി ഒരു 2 ഡിക്രീസ്. 2 ഡിക്രീസും ആയിട്ടുണ്ട്. ഇനി 6 സിംഗിൾ ക്രോഷ്യ, 2 ഡിക്രീസ്. 6 സിംഗിൾ ക്രോഷ്യായി. പിന്നെ 2 ഡിക്രീസ്. 1 2 2 ഡിക്രീസായി. ഇനി 3 സിംഗിൾ ക്രോഷ്യ കൂടെ ഉണ്ട്. 1 2 3. ഈ റോയും ഫിനിഷായി. ഇനി നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യണം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. 2 സിംഗിൾ ക്രോഷ്യ. അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ, ഫൈബർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. ഫസ്റ്റ് 1 സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ. ഇനി 2 ഡിക്രീസ്. 2 ഡിക്രീസായി. ഇനി 4 സിംഗിൾ ക്രോഷ്യ. 1 4 സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി 2 ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. 1 more decrease. 2 decrease complete ആയി. 2 സിംഗിൾ ക്രോഷ്യ കൂടെ ഉണ്ട്. 2 സിംഗിൾ ക്രോഷ്യ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം.
Next row. One single crochet, stitch marker add ചെയ്യാം. ഇനി 2 decrease. One, one decrease, one more decrease. ചെറുതായി വരുമ്പോൾ ചെയ്ത് കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ടു ഡിക്രീസ് ആയി. ഇനി 2 സിംഗിൾ ക്രോഷ്യ. ഫൈബർ പുറത്തലിച്ചെടുക്കാതെ ശ്രദ്ധിച്ച് ചെയ്യണം. 1 2 സിംഗിൾ ക്രോഷ്യ ആയി. ഇനി 2 ഡിക്രീസ്. എത്തുമ്പോൾ ഇതുപോലെ പിടിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 ഡിക്രീസ് ആണ്. 1 ഡിക്രീസ് ആയി. 1 മോർ ഡിക്രീസ്. നല്ല ബുദ്ധിമുട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ. 2 ഡിക്രീസ് കംപ്ലീറ്റ് ആയി. ഇനി 1 സിംഗിൾ ക്രോഷ്യ. സ്റ്റിച്ചിനകത്ത് 1 സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. റോ തന്നെ ഉണ്ടാവും, ഷേപ്പ് ഫോമായി. ഇനി ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ബാലൻസൂടെ ഫൈബർ ഫില്ല് ചെയ്തെടുക്കാം. ഓവർ ആവാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ആ കണക്കിന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ 8 സ്റ്റിച്ച് ഉണ്ട്. 4 ഡിക്രീസ് കൂടെ ആകുമ്പോൾ ഈ റോ കംപ്ലീറ്റ് ആവും. 4 ഡിക്രീസ്. ലാസ്റ്റ് എത്തുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഡിക്രീസ് ആയി. ഇനി കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. ക്ലോസ് ചെയ്യാനാണ്. ഹാർട്ട് ഫോമായി. ഇനി ക്ലോസ് ചെയ്യാം. ഇവിടെ 4 സ്റ്റിച്ചുണ്ട്. നമ്മൾ 4 ഡിക്രീസ് ആണല്ലോ കൊടുത്തത്. ഇനി ഈ നീഡിൽ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യാനുള്ളത്. ചെയ്ത് വന്ന അതേ രീതിക്ക് ഫ്രണ്ട് ലൂപ്പ് മാത്രം ഇങ്ങനെ ഫ്രണ്ട് ലൂപ്പ് ഓരോ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്താൽ മതി. ത്രീ, 4.
4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തി ടൈറ്റ് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് ഷേപ്പ് ഫോമായി. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ സ്പേസ് ഉണ്ടല്ലോ, അതുവഴി തിരിച്ചെടുക്കാം. ഈ എടുത്ത ഗ്യാപ്പിൽ നിന്ന് തന്നെ ഈ ഒരു സ്റ്റിച്ച് സ്പേസിലൂടെ തിരിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം എടുത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് അതിനെ വലിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കണ്ട. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.